നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങൾ ഒരു ഡിഗ്രി നിലവാര ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതിയിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടി വരാനിരിക്കുകയാണ്. അപ്പൊ ഈ പരീക്ഷ എഴുതിയാൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ സാധ്യത എത്രയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ പരിശോധിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മക്കളെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷന്റെ ആദ്യ ഭാഗം ഇതാണ്. ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. കേരള ഹൈക്കോടതിയിലേക്കാണ് ഇതുവഴി നിയമനം നടക്കുക. അതായത് കേരള ഹൈക്കോടതിക്ക് കീഴിൽ വരുന്ന പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു നിയമനം വഴി അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വഴിയുള്ള നിയമനങ്ങൾ നടക്കുക എന്ന് പറയുന്നുണ്ട്. 39,300 മുതൽ 83,000 വരെയാണ് സാലറി പറയുക, ബേസിക് പേ പറയുക. ഇതിനോടൊപ്പം തന്നെ മറ്റ് അലവൻസുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ഉള്ള പൊസിഷൻ തന്നെയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. ഇതിൽ 2 റിക്രൂട്ട്മെന്റുകളാണ് കഴിഞ്ഞ തവണ വിളിച്ചത്. 4/2024 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇത് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമുള്ള അതൊരു ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ആണ്. 4 വേക്കൻസി അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് 5/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ്. 5/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇത് പ്രകാരമാകെ 41 അഡ്വൈസുകൾ അല്ലെങ്കിൽ 41 വേക്കൻസികളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ 41 വേക്കൻസികൾ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന 5/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ ആകെ 41 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ക്രൈറ്റീരിയ 36 വയസ്സ് വരെ, 18നും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. 18 വയസ്സാണ് മിനിമം ഏജ്, 36 വയസ്സ് മാക്സിമം ഏജ്. അത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇനി നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 18 വയസ്സിനും 39 വയസ്സിനും ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ 18 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതായത് ജനറൽ കാറ്റഗറി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ, OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെ, SC/ST ആണ് എങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഇവിടെ നോക്കിയാൽ മക്കളെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പൊ എല്ലാ 2 വർഷം കൂടുന്തോറും ഈ എക്സാമുകൾ നടത്തേണ്ടതുണ്ട്, റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2027 അവസാനിക്കുകയാണ്. 2027 ഏപ്രിൽ മാസത്തോടു കൂടി നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പൊ അപ്പോഴത്തേക്ക് മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കേരള PSCയുടെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റ് അല്ല, നേരിട്ട് ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിൽ നടക്കുന്ന ഒരു പരീക്ഷയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു ഡിഗ്രി മിനിമം ഉണ്ട് എങ്കിൽ 50% മാർക്കോട് കൂടിയിട്ടാണ് നിങ്ങൾ ആ ഡിഗ്രി ക്ലിയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി എടുത്തിട്ടുണ്ട്, 50% മാർക്കോട് കൂടിയിട്ടാണ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ഡിഗ്രിയോ അതുമല്ല എങ്കിൽ ഒരു ലോ ഡിഗ്രിയോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇവിടെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ നോളജിന്റെ ഒരു കേസ് പറയുന്നുണ്ട്. അത് നോളജ് മാത്രമാണ്, സർട്ടിഫിക്കേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ നോളജ് ആവശ്യമാണ് എന്നാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അത് ഒരു ഡിസൈറബിൾ മാത്രമാണ്, എന്തല്ല മാൻഡേറ്ററി അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഓർത്തു വെച്ചേക്കാം. ഇതിന്റെ എക്സാമിനേഷന്റെ പാറ്റേൺ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളുടെ സാധ്യത, ജോലി കിട്ടാനുള്ള സാധ്യത എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുക, കൃത്യമായിട്ട് കേട്ടിരുന്നോ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടിരുന്നോ മക്കളെ. ഇതിന്റെ പരീക്ഷ നടത്തിപ്പ് എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയിരിക്കും ആദ്യം നടക്കാം. 100 മാർക്കിന്റെ ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ. ഇതിൽ ഓബ്ജക്റ്റീവ് എക്സാമിനേഷനും ഉണ്ടായിരിക്കും, ഡെസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഇത് രണ്ടും നടക്കുന്നത് ഒരേ ദിവസമാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. നിങ്ങൾക്ക് ഓബ്ജക്റ്റീവ് എക്സാമിനേഷനും ഉണ്ട്, 100 മാർക്കിന്റെ OMR ബേസ്ഡ് എക്സാമിനേഷനും ഉണ്ട്. അതുകൂടാതെ 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് എഴുത്തു പരീക്ഷയും ഉണ്ടായിരിക്കും. ഇത് രണ്ടും നടക്കുന്നത് ഒരേ ദിവസമാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇതിലൊരു പ്രത്യേകതയുള്ളത്, നിങ്ങൾ ഓബ്ജക്റ്റീവ് എക്സാമിനേഷന് ഒരു ശരി ഉത്തരത്തിന് 1 മാർക്കും ഒരു തെറ്റുത്തരത്തിന് 1/4 നെഗറ്റീവുമാണ്. അതായത് 1 മാർക്ക് നിങ്ങൾക്ക് ഒരു ശരി ഉത്തരത്തിൽ ലഭിക്കുമ്പോൾ
0.25 ആണ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വരുമ്പോൾ, ഒരു ഉത്തരം തെറ്റിക്കുമ്പോൾ വരിക. 4 ഉത്തരങ്ങൾ തെറ്റിക്കുമ്പോഴാണ് നിങ്ങൾ 1 മാർക്ക് പോവുക. സാധാരണ PSCക്ക് 0.33 ആണ്. നിങ്ങൾ ഒരു ചോദ്യം തെറ്റിച്ചാൽ 33% മാർക്കാണ് നഷ്ടപ്പെടുക. പക്ഷെ ഇവിടെ 25% എന്ന് പറഞ്ഞാൽ 0.25 മാർക്കാണ് എന്ത് ചെയ്യുക, നഷ്ടപ്പെടുക എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് 75 മിനിറ്റ് ആണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. 1.25 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും കേട്ടോ. അതിൽ ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിനായിരിക്കും ചോദിക്കുക. 50 മാർക്കിന് ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. ജനറൽ നോളജ് വരുന്നത് 40 മാർക്കിനാണ്. അപ്പൊ ഇംഗ്ലീഷിന് ഒരു വലിയ വെയിറ്റേജ് ഉണ്ട്. 50 മാർക്ക് ഇംഗ്ലീഷ് ആണ്. ജനറൽ നോളജ് വരുന്നത് 40 മാർക്കാണ്. ജനറൽ നോളജ് വരുന്നത് 40 മാർക്കാണ്. അതിൽ തന്നെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, കേരള, ഇന്ത്യയും കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകളുണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെ കുറിച്ചും ബയോളജിയെ കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഈ പറയുന്ന 40 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വരാവുന്നതാണ്. ഇത് കൂടാതെ 10 മാർക്കിന്റെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഒരു പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുന്നത് ഉറപ്പായിട്ടും അതെന്തായിരിക്കും, ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം 50 മാർക്കിന്റെ സ്കോറിംഗ് ടോപ്പിക്കാണ് എവിടെ വരുന്നത്, ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഈ പറയുന്ന പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ, ഈ പറയുന്ന പരീക്ഷ ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ട്വിസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടും ഒരു ദിവസമാണ് എങ്കിലും നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന്റെ പേപ്പർ വാല്യൂ ചെയ്യുള്ളൂ. അല്ലാത്തതൊന്നും വാല്യൂ ചെയ്യില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും 60 മിനിറ്റ് ആണ്, 1 മണിക്കൂറിന്റെ പരീക്ഷയാണ്. 60 മാർക്ക് ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ലഭ്യമാകുക. 60 മാർക്കിൽ പ്രധാനമായിട്ടും വരുന്നത് കോംപ്രിഹെൻഷൻ, സ്റ്റോറി എസ്സേസ്, ഷോർട്സ് എസ്സേസ്, പ്രീസിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കയറി വരിക. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇത് രണ്ടും പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ 10 മാർക്കിനുണ്ടായിരിക്കും. ഈ 10 മാർക്ക് ഇന്റർവ്യൂവും കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇതാണ് ക്രൈറ്റീരിയ, ഇതാണ് എക്സാമിനേഷൻ ക്രൈറ്റീരിയ എന്ന് പറയാം. അപ്പൊ ഇവിടെ 41 വേക്കൻസികളിലേക്കാണ് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതേപോലെയുള്ളൊരു വേക്കൻസിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ താമസം ഇനി നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടില്ല. അതായത് നമുക്ക് ഏതാണ്ട് 2026 ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം അതിന്റെ എക്സാമിനേഷൻ നടക്കേണ്ടതുണ്ട്, ഇന്റർവ്യൂ നടക്കേണ്ടതുണ്ട്, എക്സാമിനേഷന്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വേണം ഏപ്രിൽ മാസത്തോടു കൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ അധികം താമസിക്കാതെ വരും. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത, ഇത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള OMR എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഉണ്ടാകും, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഇതിൽ തന്നെ ഉണ്ടാകും. ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് 2 കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷനും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നതാണ്. എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ഓക്കെ, ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങളെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കോൺടാക്ട് ചെയ്യും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബാച്ചിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇനി അതിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം. 8281223366 ഈ നമ്പറിലേക്ക് വിളിക്കാം കേട്ടോ. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ മക്കളെ, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. താങ്ക് യു സോ മച്ച്.